സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇയാളെ പ്രവേശിപ്പിക്കുവാനാകട്ടെ. ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. പാപ്പച്ച, ഇത് ഇട്ടിച്ചന്റെ മരണം ആത്മഹത്യയാണെന്നുള്ളതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പക്ഷേ ആസ്വദിക്ക് ഇവിടെ അടക്കണോ അതോ? പാപ്പച്ച, അതിന് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ പ്രശ്നം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പിന്നെ പോലീസ് അന്വേഷണമായി ശവം മാന്തലായി ആകെ കുളവാകും. എനിക്ക് എന്റെ തടി നോക്കണം. ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത്. എന്റെ മടി കിടന്ന ഇട്ടിച്ചായ മരിച്ചത്. വിഷം കഴിച്ചാലും മടി കിടന്ന് മരിക്കാം. നീ പക്ഷേ എന്റെ അപ്പച്ചന്റെ ശവത്തോട് പക തീർക്കരുത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം എങ്ങനെയെങ്കിലും. എന്റെ അപ്പച്ചനോട് ഇനി നമ്മൾ തമ്മിൽ എന്താടാ പ്രശ്നം? നീ എനിക്കിട്ടൊന്നും തല്ലി, അത് ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. അത് വേറെ വിഷയം. പള്ളി വേറെ, പോലീസ് വേറെ. പക്ഷെ തിരുസഭയുടെ നിയമവും കാര്യങ്ങളും എല്ലാവർക്കും ബാധകമല്ലേ? ഇന്നിപ്പം നിന്നെ കൊണ്ട് കരഞ്ഞ് കാലൊടിപ്പിച്ച് ഇട്ടിച്ചാൻ ഇവിടെ അടയ്ക്കാൻ തന്നെ ഇരിക്കട്ടെ. പക്ഷെ നാളെ മുതൽ വിഷം നിന്ന് മരിച്ചവനെയും കെട്ടിത്തൂങ്ങിച്ചത്തവനെയും ഇവിടെ അടയ്ക്കേണ്ടി വരില്ലേ? മാനം മര്യാദയ്ക്ക് മരിച്ച അപ്പനപ്പന്മാരെ അടയ്ക്കിയ സിമിത്തേരിയായത്. ഇത്തരക്കാരെയൊക്കെ അടയ്ക്കൽ മനുഷ്യർ വെറുതെ ഇരിക്കുവോ? ഡോക്ടർക്ക് പറ്റി എന്താ പിഴവാ? ചാച്ചൻ പൈലിയുടെ മടി കിടന്ന മരിച്ച. അയ്യോടാ, ഡോക്ടർക്ക് പിഴവ് പറ്റാനോ? നമ്മുടെ അമ്പാർ നിരപ്പിൽ അവധുകുട്ടിച്ചാന്റെ മകൻ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ജോർജ് വർഗീസ് ബഹുമിടുക്കനാ. അവൻ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടായി കൊടുത്തിട്ട് എന്നാ കിട്ടാനാ? അച്ഛാ, ചാച്ചനെ ഞങ്ങളുടെ കുടുംബ കല്ലറയിൽ അടക്കണം. ഇല്ലെങ്കിൽ മരണം വരെ ഞങ്ങളുടെ കുടുംബക്കാർക്ക് മനസമാധാനം കിട്ടത്തില്ല. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് ക്ഷമിക്കണം. കുമുസാരോ മാനസാന്തരമൊക്കെ പിന്നെയാവും. പള്ളിക്കാർ ഇട്ടിച്ചാന്റെ പേരില് സാമ്പത്തിക ക്രമക്കേടിന് കേസ് കൊടുക്കാൻ പോകുന്ന സ്ഥിതിക്ക് നാളെ ആരെങ്കിലും ഞാൻ തല്ലിക്കൊന്നും പറഞ്ഞ് പോലീസ് കേസ് കൊടുത്താലോ? അടയ്ക്ക ശവം പിന്നെയും മാന്നിട്ട് വരും. ചിമിത്തെല്ലാം അതൊക്കെ വലിയ പൊല്ലാപ്പാകുന്നേ. പിന്നെ ഞങ്ങൾ ഇടവക്കാരെ വാക്ക് കേൾക്കാതെ അച്ഛന് ചിമിത്തൽ നടക്കണമെങ്കിൽ അയക്കോ. ഞാൻ കാര്യം പറഞ്ഞു. പിന്നത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇട്ടിച്ചനെ ഇവിടെ അടയ്ക്കാൻ വേണ്ടച്ചോ. ആരുടെ ഔദാര്യം വേണ്ട. എന്റെ അപ്പനെ തെമ്മാടിക്കുഴിയിൽ അടയ്ക്കാ മതി. വിഷം തിന്ന് ചത്തവന് തിരുക്കർമ്മങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന നിയമമുള്ളപ്പോ അച്ഛനായിട്ട് തെറ്റിക്കണ്ട. സന്നിക്കുട്ടി വേണ്ട. ഇടവക പ്രമാണിമാരുടെ കാല് പിടിച്ച് എന്റെ അപ്പനെ ഇവിടെ അടയ്ക്കുക. അപ്പന്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. നീ കോഴ കൊടുത്ത് വാങ്ങിച്ച ഈ കള്ള സർട്ടിഫിക്കറ്റ് തിരുത്താൻ പാലോ മറ്റത്തേർക്ക് ഇന്ന് ഗതിയില്ല. പക്ഷെ എന്റെ ദേഹത്തൊഴുകുന്നത് ഈ ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുന്ന സാധു മനുഷ്യന്റെ രക്തമാണെങ്കിൽ ഇതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും കണക്ക് തീർക്കും. ഓർത്തോ? തെമ്മാടി പറമ്പിൽ കയറാൻ നാടുള്ള ഒരുത്തൻ ഈ പെട്ടി തുറന്ന. വേണ്ടച്ചോ, വേണ്ട. പാലോമറ്റത്തെ ചാവടിയിൽ എൻ്റെ അമ്മച്ചി ദിവസങ്ങളോളം ജലപാനമില്ലാതെ കിടന്നു. എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ അഡ്രസ്സുമായിട്ട് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി. ദിവസങ്ങളോളം മേൽവിലാസക്കാരനെ തേടി ഞാൻ നടന്നു, കണ്ടില്ല. പട്ടിണി കിടന്നത് 1-2 ദിവസങ്ങളല്ല, ആഴ്ചകളോളം. ബോംബെയിലെ സെന്റ് തെരാസസ് ചർച്ചിന്റെ പടിക്കെട്ടിൽ വിശപ്പ് കൊണ്ട് തളർന്നു കിടന്ന എന്നെ ഏതോ ഒരു ബിസിനസ് ടൂറിന് വന്ന അച്ചായൻ ഇന്നലെ രാത്രി കണ്ടില്ലേ, ഒരു കുര്യാക്കോസ്, അദ്ദേഹം വിളിച്ചുണർത്തി. എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു. ഒരച്ഛനെ പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ എന്നെ സ്നേഹിച്ചു. എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഒരു ഈസ്റ്റർ ദിവസം അച്ചായൻ എനിക്ക് തന്ന $5000 വെച്ച് ഈ സണ്ണി ബിസിനസ് തുടങ്ങി. സണ്ണിയുടെ പോക്കറ്റിലെ ആയിരങ്ങൾ 10,000-ങ്ങളായി. ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകൾ പാലോമറ്റത്തെ സണ്ണിച്ചന്റെ വിരൽ തുമ്പുകൾ. പക്ഷെ നഷ്ടമായതൊന്നും തിരിച്ചു നേടാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി. നാട്ടിൽ നിന്ന് വന്ന ആദ്യത്തെ കത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു, മോളിക്കുട്ടി കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു.
വിവാഹ സ്വപ്നങ്ങൾ കൊണ്ട് നടന്ന എന്റെ അനിയത്തി അതെല്ലാം മറന്ന് കന്യാസ്ത്രീ പട്ടമിടാൻ തീരുമാനിച്ചപ്പോ ഞാൻ തോറ്റു. നൊമ്പരങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഞാൻ ഇന്നും ഉയരങ്ങൾ കീഴടക്കും. നാട്ടിലെ വീട്ടാക്കടങ്ങൾ മറന്നിട്ടല്ല, എന്റെ ചാച്ചനെ കൊന്ന പാപ്പച്ചനോട്, എന്റെ ചാച്ചന്റെ മരണം ആത്മഹത്യയാക്കി മാറ്റിയ ഡോക്ടറോട്, അതിനെല്ലാം ഒത്താശ പാടി എന്നെ ലോക്കപ്പിലിട്ട് ഇടിച്ച SIയോട്. വീട്ടാ, ഇന്നെനിക്ക് നിസ്സാരമായി വീട്ടാ. പക്ഷെ എനിക്ക് ഒരു വിലങ്ങ് കാത്തിരിപ്പുണ്ടാവും. ഇനി അതുകൂടി കാണാൻ എൻ്റെ അമ്മച്ചിക്ക് ത്രാണി ഉണ്ടാവില്ല. പിന്നെ സാന്ദ്ര, നിനക്ക് വേണ്ടിയും ഞാൻ ഈ കടങ്ങളൊക്കെ അവധിക്ക് വെക്കുന്നു. സണിച്ചായ, ഞാനിവിടെ ഇറങ്ങിക്കോളാം. See you tomorrow. നാളെ ഞങ്ങൾ വരുന്നുണ്ട് നിന്റെ പപ്പയെ കാണാൻ, കണ്ട് കല്യാണം ഉറപ്പിക്കാൻ. ബൈ. നമസ്കാരം. ജോൺ വാളൂക്കാരൻ? അതെ, ഞാൻ തന്നെ. വരൂ. വരൂ. ഞാൻ കുരുവിള, നാട് കോട്ടയം. ഇത് സണ്ണി, ഹലോ. നാട്ടില് പാലായില. ഇത് മിസ്റ്റർ രാമസ്വാമി, പാലക്കാടാണ്. ഹലോ. ഇത് എന്റെ ഭാര്യ. വണക്കം, ഞാൻ മിസ്സസ് കുരുള. നാട്ടിൽ നിന്ന് വന്നിട്ട് വർഷങ്ങൾ കുറയായി. മോളെവിടെ? ഇവിടെ ഇല്ലേ? ഉണ്ടായിരുന്നു. രാവിലെ കുട്ടിയും കൊണ്ട് പുറത്തു പോയതാ. പർച്ചേസിങ്ങിനോ മറ്റോ ആണ്. ഈ കുട്ടി മൂത്ത മകളുടെയോ മകന്റെയോ? എനിക്ക് മകനും മകളും എല്ലാം കൂടി ഒരാളെ ഉള്ളൂ. അപ്പോ ഈ സാന്ദ്രാവാളുകാരൻ? സാന്ദ്ര വാളൂക്കാരൻ? അങ്ങനെ ഒരാളെ അറിയില്ലല്ലോ. ഇതാണ് ആ കുട്ടി. ഇത് നിങ്ങളെ ആരോ ചീറ്റ് ചെയ്തതാണ്. ഇങ്ങനെ ഒരു കുട്ടിയെ ഞാൻ അറിയത്തേയില്ല. ഇതാ. സോറി. ആ